ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്ക് വ്ളോഗാണ്. അതിൻ്റെ കൂടെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നോസിലൊന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് ഡെക്കറേഷനും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. രണ്ട് കേക്ക് ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ കേക്ക് വ്ളോഗാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിമ്പിളായിട്ട് എങ്ങനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 കേക്കിലേക്കുള്ള ക്രീം ആദ്യം തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാനിവിടെ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് മിക്സ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതേ 3 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീമിൽ നിന്ന് ക്രം കോട്ടിങ്ങിനുള്ള ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായി പോയാൽ നിങ്ങൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഗനാഷ് ആകുമ്പോൾ തണുക്കുമ്പോൾ അതൊന്ന് ടൈറ്റായിട്ട് വരും. അപ്പം അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീമൊക്കെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതിൻ്റെ മേലെയായിട്ട് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ സൈഡൊക്കെ നമ്മൾ ഓരോ ലെയേഴ്സ് വെക്കുമ്പോഴും സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയും വേണം. അപ്പം ചോക്ലേറ്റ് ഗനാഷ് വെക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഒരു ചെറിയ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് വേണം ഡോൾ കേക്കിനുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഡെലിവറി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പരിപാടി നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. നമ്മൾ ഓരോ ലെയർ വെക്കുമ്പോഴും ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അത് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കട്ടെ, കറക്റ്റ് ലെയേഴ്സായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡൊക്കെ ഒന്ന് വീണ്ടും ക്ലീൻ ആക്കി കൊടുക്കുക. ഇങ്ങനെ തന്നെ ഓരോ സ്റ്റെപ്പിലും ചെയ്തെടുത്താൽ നമുക്ക് നല്ല ലെവലിലേക്ക് തന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിനുശേഷം അതിൻ്റെ മേലെ നമുക്ക് ക്രീമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറവുള്ള സ്ഥലത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ ലെയറും വെച്ചിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഡോൾ കേക്കിനുള്ള ബാറ്ററും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെയും ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പാലൻ നൈഫ് ആയാലും എന്തായാലും നമ്മൾ എന്തുകൊണ്ടാണോ ചെയ്യണത് അത് ആ ഒരു കേക്കിൽ ടച്ച് ചെയ്യാതെ ചെയ്താൽ നമ്മളെ ക്രംസ് ഒന്നും ക്രീമിൽ വരില്ല കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാനിതാ 1 kg ഡോൾ കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഡോൾ കേക്കിൻ്റെ വീഡിയോ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തിടും. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ചെയ്യുന്നത് ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടല്ല കേട്ടോ, നോർമൽ ക്രീം വെച്ചിട്ട് തന്നെയാണ് ഞാൻ വൈറ്റ് കളറിൽ ക്രീം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും വെയ്റ്റും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ സൈഡൊക്കെ ലെവലാക്കി, അതുപോലെ ഇങ്ങനെ എയർ കടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ആ എയറുള്ള ഭാഗമൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ലെവലാക്കി എടുക്കാം. അപ്പോൾ സൈഡൊക്കെ നമ്മളിങ്ങനെ ഇതുപോലെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്കൂടെ കഴിയുമ്പോൾ മാക്സിമം ഫിനിഷിങ് ചെയ്തെടുക്കുക. ടൈം എടുത്തിട്ട് തന്നെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ബാക്കിയുള്ള സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് ചോക്ലേറ്റ് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ള മാജിക് കളേഴ്സിൻ്റെ കളർ തന്നെ ഒരു ഡ്രോപ്പ് 1-2 ഡ്രോപ്പ് ഒറ്റിച്ച് കൊടുക്കുക. നമ്മുടെ കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോസിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ആ പൈപ്പിംഗ് ബാഗിൽ അടിഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ചെറിയ ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചുറ്റും ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ താഴ്ഭാഗത്തും സെയിം അതേ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുക. അത് മേലേക്കൊന്ന് വലിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്നും ആക്കി കൊടുത്ത ശേഷം നമുക്ക് ചെറിയൊരു സ്പാച്ചുല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട്
സ്പാച്ചുല അല്ല, പാലറ്റ് നൈഫ്. ചെറിയൊരു പാലറ്റ് നൈഫ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ പാലറ്റ് നൈഫ് ചെറുതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ താഴത്തെ ഡിസൈനും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനുമാണ്. നോസിലിൻ്റെ ആവശ്യം, നോസിൽ ഇല്ലാത്തവർക്കൊക്കെ, ബിഗിനേഴ്സ് ആയവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് ക്രീം ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ താഴെ നിന്നും ചെയ്തെടുക്കുക. ഏകദേശം ആ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പൈപ്പിംഗ് ബാഗിൽ തന്നെ ചെറിയൊരു ഹോളാക്കി കൊടുത്തിട്ട് ആ വൈറ്റ് ക്രീം വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട് ആ ഒരു റൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ചെറിയ റൗണ്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്, ചെറിയ ഡോട്ട് ഇട്ടിട്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ബാക്കിയുള്ള ഈ ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പേര് എഴുതേണ്ടത്, ഞാനിവിടെ ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ പേര് എഴുതുന്നത്. അപ്പോൾ അടിഭാഗത്തും സെയിം ആ ഒരു കുറച്ചുകൂടെ ക്രീം ബാക്കിയുള്ളതുകൊണ്ട് തന്നെ അടിഭാഗത്തും ഞാൻ ആ ഒരു സെയിം ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1.25 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. 1.25, ചിലർക്ക് 1.5 കപ്പ് വേണ്ടി വരും. ആ രീതിയിൽ എടുക്കുക. അപ്പോൾ നമ്മൾ 1.25 കപ്പൊക്കെ എടുക്കുമ്പോൾ വേറെ എക്സ്ട്രാ ഡിസൈനൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ചെറിയൊരു ഡിസൈനല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു 1 kgയുടെ ഉള്ളിൽ വരും. നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ എന്തായാലും 1 kgയുടെ മുകളിലായിട്ടായിരിക്കും നമ്മുടെ ഈ കേക്ക് കിട്ടുക. അപ്പോൾ എല്ലാ ഡിസൈനിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഞാനിതൊന്ന് കറക്റ്റ് ഒന്ന് തൂക്കി കാണിച്ചു തരാം. ഇതാ 1183 കാണിക്കുന്നത്, അഥവാ 72 ഒക്കെയാണ് ബേസ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള 1100 സംതിങ് ആയിരിക്കും നമ്മുടെ ഈ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്, 1100 ഗ്രാം. ഞാനിതുപോലെ ഫോണ്ടൻ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലാണ് പേര് എഴുതി കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഫോണ്ടൻ്റ് വെച്ചിട്ട് എഡിബിൾ പെന്ന് വെച്ചിട്ടാണ് പേര് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ സെൻറ്ററിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ രീതിയിൽ പേര് എഴുതി കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ട് ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ അടച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കത് സെറ്റായി കിട്ടും. ഒരു 3-4 മണിക്കൂർ മുന്നെങ്കിലും ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് കേക്കിൻ്റെ സെൻറ്ററിലായിട്ടത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സൈഡിലൊക്കെ ഞാൻ കുറച്ചിങ്ങനെ സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്പ്രിങ്കിൾസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പാക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോൾ കേക്കിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാക്കാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിനുള്ള റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതിന് ഞാൻ 600 രൂപയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. 600 രൂപക്കാണ് ഈ ഒരു കേക്ക് സെയിൽ ചെയ്യുക. അപ്പോൾ ഇത് പാക്കാക്കിയിട്ട് നമുക്ക് അടുത്ത കേക്കിനുള്ള പരിപാടി ഈ ഒരു സമയത്ത് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ അന്ന് മുമ്പൊക്കെ കാണിച്ച പോലെ പാത്രം കഴുകുന്നതും എല്ലാം കൂടെ ഒന്ന് കാണിക്കില്ല. ഒരു കേക്ക് ഉണ്ടാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റുമല്ലോ. എത്ര പാത്രങ്ങൾ ഉണ്ടാവും അതൊക്കെ ഇതിൽ കാണിച്ചുമ്പോഴേക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഒക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാം, കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഇപ്പോൾ അത് കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ ഒരു കേക്ക് വ്ളോഗിൽ അതും ചെയ്യാത്തത്. അപ്പോൾ ഡോൾ കേക്കിൻ്റെ ഡെക്കറേഷൻസും ഞാൻ കൂടുതൽ കാണിക്കാത്തത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്കും അതുപോലെ കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോൾ കേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേക്ക് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്